നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂട്ടുപാത വട്ടുള്ളിയിൽ അടഞ്ഞുകിടക്കുന്ന വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം. വീട്ടിൽ നിന്നും LED ടിവിയും CCTV ക്യാമറയുടെ DVRും കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ നിന്നും 20 പവൻ സ്വർണവും മോഷ്ടാക്കൾ കവർന്നിരുന്നു. കാലത്ത് വീട്ടിലെ ചെടികൾ നനയ്ക്കാനും മറ്റുമായി വന്ന സമീപവാസിയാണ് പുറകുവശത്തെ വാതിൽ തുറന്നുകിടക്കുന്ന നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ അറിയിച്ചു നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. വീടിന്റെ മുകൾ നിലയിലെ 3 വാതിലുകളും താഴത്തെ നിലയിലെ 4 വാതിലുകളും മോഷ്ടാവ് തകർത്ത നിലയിലാണ്. പുറത്തെ CCTV ക്യാമറകളും ദിശമാറ്റിയ നിലയിൽ കണ്ടെത്തി. വീടിന്റെ ഉടമസ്ഥർ കുടുംബസമേതം വിദേശത്ത് താമസിക്കുന്നതിനാൽ വീട് ദിവസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു. വിദേശത്തു നിന്നും കുടുംബം നാട്ടിലെത്തിയാൽ മാത്രമേ വീടിനകത്തു നിന്നും കൂടുതൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കാനാകൂ. തൃത്താല SI ഹംസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉച്ചയോടെ ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നിവരും വീട്ടിലെത്തി വിശദമായ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പോലീസ് നായ മണം പിടിച്ച് വീടിന്റെ പുറകുവശത്തുകൂടെ ഓടുകയും ചെയ്തു. 4 ദിവസം മുമ്പ് പ്രദേശത്തെ അടഞ്ഞുകിടക്കുന്ന വീട് കുത്തി തുറന്ന് 20 പവൻ സ്വർണം കവർന്നിരുന്നു. ഇതിലെ പ്രതികൾക്കായുള്ള അന്വേഷണത്തിനിടെയാണ് പോലീസിനെ വെല്ലുവിളിച്ച് മോഷ്ടാക്കൾ സമീപ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ മോഷണം നടത്തിയിരിക്കുന്നത്. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, മനോജ്, ദേവദാസ്, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2018-19 വർഷങ്ങളിലുണ്ടായ പ്രളയങ്ങൾ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റ് അടിത്തറയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തി. തുടർന്ന് റെഗുലേറ്റർ പുനരുദ്ധാരണം സാധ്യമാക്കണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യം മന്ത്രി MB രാജേഷിന്റെ ശ്രമഫലമായാണ് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 33.40 കോടി രൂപ വിനിയോഗിച്ചാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റിംഗ് ബണ്ട് നിർമ്മാണം, സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം, കോൺക്രീറ്റ് അടിത്തറ പുനർനിർമ്മാണം, അപ്സ്ട്രീമിലും ഡൗൺസ്ട്രീമിലും ഷീറ്റ് പൈൽ കട്ട് ഓഫ് വാൾ സ്ഥാപിക്കുക, സോളിഡ് ഏപ്രോൺ, ബ്ലോക്ക് ഏപ്രോൺ, ലൂസ് ഏപ്രോൺ നിർമ്മാണം, കരിങ്കൽ വിരിക്കൽ എന്നിങ്ങനെയാണ് 2ാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃത്താലയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ 1998 നിർമ്മാണം ആരംഭിച്ച് 2007 കമ്മീഷൻ ചെയ്ത ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 27 ഷട്ടറുകളുള്ള ഈ റെഗുലേറ്ററിൽ പരമാവധി 4.50 മീറ്റർ ഉയരത്തിൽ വരെ ജലം സംഭരിക്കാം. കടലാസ് തുടങ്ങുന്ന കാലം കഴിഞ്ഞു. കൺമുന്നിൽ നമുക്ക് കാണാം ഓരോന്നും. ഇവിടെ ഈ തൃത്താല പഞ്ചായത്തിൽ തന്നെ 12.5 കോടി രൂപയ്ക്ക് ആശുപത്രി, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതും ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. 12.5 കോടി സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. കേരളത്തിലാകെ വികസനത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റത്തിന്റെ പ്രതിഫലനം നമുക്ക് തൃത്താലയിലും കാണാം. ഇത്രയും വലിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം കേട്ട് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ എന്നിവിടെ കാണാനില്ല. വേറെ ഒന്നും ഉണ്ടാവില്ല, തിരക്കുണ്ടായിരിക്കും. മന്ത്രിയുടെ ഒന്നും പോലെ അല്ലല്ലോ, തിരക്കായിരിക്കുമല്ലോ ഇവർക്കൊക്കെ. അതുകൊണ്ടായിരിക്കും വരാൻ പറ്റാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇതിനൊക്കെ ഒരു എതിർപ്പുണ്ടാവാൻ വഴിയില്ല. 33 കോടി മോശമായി അവർക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രജീഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK ചന്ദ്രദാസ്, ജിതിൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നീട് വികസന സെമിനാറിലേക്ക് പോകും. സാധാരണ പറയും ആ വികസന സെമിനാറിലും വേണമെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ വികസന സെമിനാറിൽ നമുക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കാം. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത വർഷത്തെ പദ്ധതിയുമായി അന്തിമ ഘട്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ക്ഷണിച്ച നമ്മൾ മുഴുവൻ ആളുകളും എത്തിയിട്ടില്ല. ദുർലഭമായിട്ട് കോളിൽ വെച്ചിട്ട് കിട്ടാത്ത ആളുകളുമുണ്ട്. പരമാവധി ഞങ്ങൾ യോഗത്തിന്റെ നമ്പർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പരമാവധി ഈ ഇന്നത്തെ യോഗത്തിന്റെ പേരിൽ എത്തിക്കാനുള്ള നല്ലൊരു ശ്രമം നടത്തിയിട്ടുണ്ട്.
നമുക്കെന്താ വെച്ചാൽ നമ്മുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വളരെയധികം സഹായപ്രദമാണ്. കാരണം പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അന്തിമ പദ്ധതി രേഖ തയ്യാറാക്കി DPC അംഗീകാരം വാങ്ങിക്കേണ്ടതായിരുന്നു. വളരെ സമയബന്ധിതമായിട്ടുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വായനാ സംസ്കാരത്തിന് നിസ്തുല സംഭാവന നൽകിയ ഗ്രന്ഥശാല പ്രവർത്തകനും കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ പരേതനായ M. ശിവശങ്കരൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികവും അനുസ്മരണവും സ്മൃതിരാഗം എന്ന പേരിൽ ഫെബ്രുവരി 8 ഞായറാഴ്ച 4:30 ഞാങ്ങാട്ടിരിയിൽ നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞാങ്ങാട്ടിരി യുവകാഹളം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ബാലസംഘവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമകാലിക കേരളത്തിന്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ സുനിൽ P. ഇളയിടം പ്രഭാഷണം നടത്തും. ബാലസംഘം അക്കാദമിക് കൺവീനർ TK നാരായണദാസ് അനുസ്മരണം നിർവഹിക്കും. ബാലസംഘം സംസ്ഥാന സെക്രട്ടറി DS സന്ദീപ് സംസ്ഥാന കവിതാ മത്സര വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 6 മണിക്ക് പ്രശസ്ത ഗായകൻ അലോഷിയുടെ ഗാനാഞ്ജലി അരങ്ങേറുമെന്നും സ്വാഗത സംഘം ഭാരവാഹികളായ TK നാരായണദാസ്, TK രവി, P. ജയകുമാർ, ബാബു അരീക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ രണ്ട് പ്രസ്ഥാനങ്ങൾ തന്നെ പറയണം. ഒരു കാലത്ത് നമ്മുടെ ഈ താലൂക്കിലാകെ നടന്നു നടന്ന പ്രസ്ഥാനമാണ് യുവകാഹളം. എല്ലാ ആർട്സ് ക്ലബ് വേദികളിൽ, വായനശാല വാർഷികങ്ങളിൽ, സ്കൂൾ വാർഷികങ്ങളിലൊക്കെ യുവകാഹളം ഒരു അനിവാര്യ ഘടകമായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണീഷ് മാസ്റ്റർ സ്മാരക വായനശാലയും അവിടെയുള്ള ചെറുപ്പക്കാരെ സാംസ്കാരിക ജീവിതത്തിൽ കൊണ്ടുവന്നൊരു വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ്. ഈ രണ്ടിലും മാഷ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ മാഷയുടെ വിവാഹശേഷം മാഷ് താമസം മാറ്റിയത് നിങ്ങൾ പെരുങ്ങോട്ട് പിലാക്കാട്ടിരിക്കുകയാണ്. പിലാക്കാട്ടിന് വന്നപ്പോഴും എവിടെ പറിച്ചു നട്ടാലും വേര് പിടിക്കുകയും ചെല്ലകൾ പടർത്തുകയും ചെയ്യുന്ന സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളുടെ ഭാഗം തന്നെയാണ് ശിവശങ്കരൻ മാഷ്. എവിടെ വന്നപ്പോൾ പെരുങ്ങോട് ബ്രദേഴ്സ് ലൈബ്രറി, ആ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി മലയാളം മാഷും ശിവശങ്കരൻ മാഷും കൂടിയിട്ടാണ് ആ ലൈബ്രറി സജീവമായി നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറി ഒന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അത് വലിയ സംഭാവനയാണ്. അതുപോലെ കൂറ്റനാട് വട്ടനാട് സ്കൂളിലാണ് മാഷ് അവസാന കാലത്ത് അധ്യാപകനായി പ്രവർത്തിച്ചത്. ദീർഘകാലമായിട്ട് ശിവശങ്കരൻ മാഷൊപ്പം പ്രവർത്തിച്ചവർ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ 1960 മുതൽക്ക് ഞാങ്ങാട്ടി യുവകാഹളം എന്ന കലാസമിതി രൂപപ്പെടുകയും TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയും ആ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെടുകയും അതിൻ്റെയൊക്കെ സംഘാടകൻ എന്ന രീതിയിലും മികച്ച പ്രവർത്തകൻ എന്ന രീതിയിലും ഭാരവാഹി എന്ന നിലയിലും ശിവശങ്കരൻ മാഷ് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ മേന്മയായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, പാലക്കാട് ജില്ലയിലെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഗ്രാമമാണ് ഞാങ്ങാട്ടിരി. പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ തൃത്താല പഞ്ചായത്തിൽ പ്രത്യേകിച്ചും ഞാങ്ങാട്ടിരിയുടെ സാംസ്കാരിക നവോത്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരാളാണ് M. ശിവശങ്കരൻ മാഷ്. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് പട്ടാമ്പിയുടെ സാംസ്കാരികോത്സവം കോളേജിൽ ഒരുക്കിയിരിക്കുന്നത്. മീനാക്ഷി ബോധോദി കൊറഗ ഭാഷയിലുള്ള തൻ്റെ കവിത അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു കവിതയുടെ കാർണിവലിന് തുടക്കം കുറിച്ചത്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തെ മുൻനിർത്തിയുള്ളതാണ് ഇത്തവണത്തെ കാർണിവൽ. 6 വേദികളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 200ഓളം എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിനിധികളായി കാർണിവലിന്റെ ഭാഗമാകുന്നു. കേരളത്തിലെ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഏറ്റവും വലിയ സാഹിത്യോത്സവം കൂടിയാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ കാവ്യോത്സവം കൂടിയാണ് ഇത്. കേരള കർണാടക അതിർത്തി പ്രദേശത്തെ ആദിവാസി വിഭാഗമായ കൊറഗ സമൂഹത്തിൽ നിന്നുമുള്ള പെൺകവി മീനാക്ഷി ബോധോദി കൊറഗ ഭാഷയിലുള്ള തന്റെ കവിത വായിച്ചുകൊണ്ടായിരുന്നു കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത്. ಒಟ್ಟು ರನ್ನಕಲು ಎರನಾರು ಬಾನದ ಮಿತ್ತು ಬುತ್ತಲ್ಲ ರನ್ನೆ ಕೂಡುದಲ್ವಾ ಪಿಜ ತಿನಕಲ పూలు అర్థ మాన జనకులేది కన్నీరు వచ్చిన కైకులేది పొర్లుడు పాతెర్రే ఏల్యనది మాతన మిసంద బతుకు ఎన్నుండు జీవ ఎరలపాడు
పూలు కంకణೆ బూరుగు కన్ను తోజిన కత్తలే అవులు పసరుగా గానద బాకిలు పూలు మర్కుగా జ్ఞాನದಾನ పొదిపు అవులు అర్లగు విజ్ఞాನದ బొల్పు కొనియకల లాగిర్న గొబ్బు పూలు రెంಡ ఆ నోಟ ಮಾತನ ಗಿಲಿಪಾಟ ನಡಕೆ ನಡಾವಲಿ ಕಲ್ಪಿನ ಧರ್ಮದ ಬರವು పూలు మాತೆಕನ సిగుసే పనవు అవులు రన్నెరు బేలెక్ల കൽപ്പിനക്കുലു പൂലു റന്നെരു പാക്കജന പനവു തിന്നക്കുലു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MR രശ്മി അധ്യക്ഷയായി. കവി കുരിപ്പുഴ ശ്രീകുമാറിന് ചടങ്ങിൽ ആദരം നൽകി. മുഹമ്മദ് മോസിൻ MLA ആദരം നിർവഹിച്ചു. അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മുടെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള കവിതയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അതിലൊന്നും ചിലപ്പോൾ ശ്രദ്ധ ചെലുത്താത്ത ആളുകളെ കൊണ്ടുവരുന്ന അവരെ കൂടി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കവിതയുടെ കാർണിവൽ. അതിന് 9ാം പതിപ്പിലേക്ക് കിടക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഇപ്പൊ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഇവിടെ ഫണ്ട് ആദ്യത്തെ 2, 3, 4 പതിപ്പുകൾക്കൊന്നും ഫണ്ട് ഉണ്ടായിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ടാണ് സന്തോഷ് മാഷ് അടക്കമുള്ള എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഇത് നടത്തിയിരുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അംഗീകരിച്ച് കഴിഞ്ഞ 3 കവിതയുടെ കാർണിവലുകൾക്കും ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. മണിപ്പൂരി കവി റോബിൻ ഗാങ്ഹോം മുഖ്യാതിഥിയായി. ആറ്റൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു. ഡോക്ടർ MR അനിൽകുമാർ, ഡോക്ടർ HK സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി, വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, C ആലിക്കുട്ടി, ഡോക്ടർ PP പ്രകാശൻ, BT ശോഭന, അൻവർ അലി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. പട്ടാമ്പിയിൽ ചിത്രകലാകാരന്മാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ ആർട്സ് ഗാലറി സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് മൊഹസിൻ MLA പറഞ്ഞു. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചതായും MLA സൂചിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതാ കാർണിവൽ നഗരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. പട്ടാമ്പിയിലെ ചിത്രകാരന്മാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിലുണ്ട്. വളരെ മികച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാവരും. മാത്രമല്ല ഇപ്പൊ സ്വന്തം നിലക്കാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ഇപ്പൊ നമുക്കറിയാം പ്രദർശനം നടത്തുന്നത്. അപ്പൊ നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം സ്കൂളുകളാണെങ്കിലും അതുപോലെ കുടിവെള്ള പദ്ധതികളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പ്രാഥമികമായ കാര്യങ്ങൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ പദ്ധതികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം, ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആർട്ട് ഗാലറി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പട്ടാമ്പിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറി നമ്മൾ എന്തായാലും യാഥാർത്ഥ്യമാക്കും. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു പാർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്ഥലം തരുമോ എന്നുള്ളൊരു പെർമിഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പട്ടാമ്പി കോളേജിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ലഭ്യമാകുകയാണെങ്കിലും ചെയ്യും. ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കും. അതിനുള്ള ശ്രമങ്ങളും സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കും. കവിതയ്ക്ക് വേണ്ടി മാത്രം ഒരു ഉത്സവം ഉണ്ടാവുകയെന്നത് വലിയ കാര്യമാണെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിൽ ആറ്റൂർ വെബ് പോർട്ടൽ സ്വിച്ച് ഓൺ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സച്ചിദാനന്ദൻ. കവിതയുടെ കാർണിവലിൽ ആറ്റൂർ വെബ് പോർട്ടലിന്റെ സ്വിച്ച് ഓൺ കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു. ആറ്റൂരിന്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. കവിതയ്ക്ക് വേണ്ടി മാത്രം ഒരു ഉത്സവം ഉണ്ടാകുക എന്നത്, അതിന് ഓരോ കുറിയും സവിശേഷമായൊരു പ്രമേയം ഉണ്ടാവുക എന്നത്, അതിൻ്റെ ഉദ്ഘാടനം ഓരോ തവണയും വ്യത്യസ്തമായിരിക്കുക എന്നത്, അതിൽ ഓരോ കവിയെ, മലയാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവികളെ ഓരോരുത്തരെയായി ആദരിക്കുക എന്നത്, അതിൽ മലയാളം അല്ലാത്ത ഇന്ത്യയിലെ ഭാഷകളെയും കേരളത്തിലെ ഭാഷകളെയും ഉൾക്കൊള്ളിക്കുക എന്നത് അതീവ പ്രധാനമായ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കവിത അവതരണവും നടത്തി. സന്ധിയിലൂറുന്ന വാർദ്ധക്യമോ അന്യർ വന്ന് തറവാട്ടിൽ അങ്കണം പത്തായം ഉമ്മറം ഊണ്ടളം മച്ച് മണവറ കണ്ണാടി കാവ് കുളം കളിത്തട്ട് അങ്കം അങ്ങാടി
നാവ്, കളപ്പുര, കൊട്ടാരം എല്ലായിടവും കടന്ന് തീട്ടൂരങ്ങൾ നൽകുന്ന കാഴ്ചയിലേറിടുമാഹിയോ. ഇന്നു തണുക്കുന്നെനിക്ക് തണുപ്പിതിൽ വന്നു തീപ്പൂട്ടുന്നു താങ്കൾ തൻ സാന്ത്വനം. തുടർന്ന് നടന്ന കവിതാവതരണത്തിൽ നിരവധി എഴുത്തുകാർ കവിതകൾ അവതരിപ്പിച്ചു. പ്രാദേശിക കവി സംഗമം, അന്താരാഷ്ട്ര സെമിനാർ, കലാപരിപാടികൾ എന്നിവയും കവിതാ കാർണിവലിന്റെ ആദ്യ ദിനത്തിൽ നടന്നു. ഇപ്പോൾ പിശാചിനായി മെഴുതിരി എരിയുന്ന അൽത്താരയിൽ കുന്തിരിക്കവും ജപമാലയുമായി മുട്ടുകുത്തിയിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പതിവുകളുടെ ഈ പാനപാത്രം തിരിച്ചെടുക്കുക. വിചിത്ര ദർശനങ്ങളുടെ ഈ പറുദീസ പകരം തരിക. പനിച്ചൂടിൽ മതം കൊണ്ട തലച്ചോറിന്റെ ഈ വികൃതികൾ പതിച്ചു തരിക. എന്നിട്ടും ഉറക്കത്തിന്റെ നനഞ്ഞൊരു ചാക്ക് ആരോ തുറന്നു പിടിക്കുന്നു. പ്രാർത്ഥനകളുടെ കെണിയിൽ എന്റെ തല കൊടുക്കുന്നു. ഇപ്പോൾ ഫണമൊതുക്കി അതിലേക്ക് ഇഴഞ്ഞു കയറുകയാണ് ഞാൻ. വിഭ്രമങ്ങളുടെ വിഷപ്പല്ലുകൾ പറഞ്ഞ് ചോരവാക്കുന്നു. ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ അപ്പുറത്തെ മുറിയുടെ മിനുസമുള്ള തറയിലൂടെ ഇഴയുന്നു തവിട്ടു നിറമുള്ള ഒരു പാമ്പ്. ജനലുകൾ, വാതിലുകൾ തുറക്കാത്ത മുറിയിൽ ഇതെങ്ങനെയൊരു പാമ്പെന്ന് അതിശയം കൊള്ളവേ ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്നു ജനലിനഭിമുഖം. പാമ്പിപ്പോൾ ഉറങ്ങുമൻ കട്ടിലിനറ്റത്ത്. മുടിയിൽ പാമ്പ്, കഴുത്തിൽ പാമ്പ്, അരയിൽ, തുടയിൽ, കാൽച്ചുവട്ടിൽ, കൈകളിൽ ചെറിയ ചെറിയ പാമ്പിൻ കുഞ്ഞുങ്ങൾ. കിടക്കയിലാകെ പൊട്ടിയ പാമ്പിൻ മുട്ടകൾ. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ ഭാഗമായി ചിത്രപുര എന്ന പേരിൽ ചിത്ര പ്രദർശനം തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ക്രിയേറ്റീവ് ആർട്ട് മൂവ്മെന്റ് നേതൃത്വത്തിലാണ് ചിത്രപുര ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രകലാകാരന്മാരുടെ രചനകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫ, സ്ഥിരസമിതി അധ്യക്ഷ സഫ നിസാർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 3 ദിവസം പ്രദർശനം ഉണ്ടായിരിക്കും. പട്ടാമ്പിയിൽ ഇത്തരത്തിലുള്ള പ്രദർശനങ്ങൾക്ക് ഒരു സ്ഥിരം വേദി നഗരസഭ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ ടി.പി. ഷാജി സൂചിപ്പിച്ചു. പട്ടാമ്പിയും പരിസര പ്രദേശങ്ങളിലുള്ള ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഈ ചിത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള അവസരം നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പ്രവൃത്തി ഇവിടെ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും സമര പോരാട്ടങ്ങളും ചിത്രങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കാർഷിക സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെ തന്നെയാണ് ഇത്തരം ഒരു പരിപാടി കൊണ്ട് ചിത്രകാരന്മാർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട്. പട്ടാമ്പിയിൽ ഒരു പൊതുവായി അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി നൽകണമെന്ന് കൂടി പട്ടാമ്പി നഗരസഭയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നഗരസഭ അത് അനുഭാവപൂർവ്വം അതിൻ്റെ ബോർഡ് കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. കവിതയുടെ കാർണിവലിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കാർട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധ പിടിച്ചുപറ്റി. കേരളത്തിന്റെ ഭൂപട ചരിത്രമാണ് പ്രദർശനത്തിലൂടെ തുറന്നു കാണിക്കുന്നത്. കവിതയുടെ ഭൂപടങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന കവിതാ കാർണിവലിന്റെ ഭാഗമായി കൂടിയാണ് കാർട്ടോഗ്രാഫി പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മദ് മോസിൻ എം.എൽ.എ. പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഭൂപട ചരിത്രമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അധികാര രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്, ആദ്യകാലം മുതൽ ആധുനിക കാലം വരെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ളതിന്റെ ഭൂപടവൽക്കരണമാണ് ഈ ഗാലറിയിൽ ഉദ്ദേശിക്കുന്നത്. അത് തുടങ്ങുന്നത് ഐങ്കകൾ മുതലാണ്. കുറിഞ്ഞി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ തുടങ്ങിയിട്ടുള്ള ഐങ്കണകൾ മുതൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ആരംഭിച്ച് പിന്നെ മതിലകം, മട്ടാഞ്ചേരി പാലസിലെ ഓരോ ചിത്രീകരണങ്ങൾ, പിന്നെ പഴയ വാസ്തുശില്പത്തിലൂടെയൊക്കെ പോയിട്ട് അൽ ഇദ്രീസി തുടങ്ങിയിട്ടുള്ള വിദേശ അറബി കാർട്ടോഗ്രാഫിയിലെ പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ
കണ്ണിലൂടെ കേരളത്തിന്റെ പഴയ തുറമുഖങ്ങളെ മുസ്രീസ് നെൽക്കിണ്ട കൊടുങ്ങല്ലൂർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യാപാര കേന്ദ്രങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് കേരളത്തെ അധികാരത്തിന്റെ അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രത്തിന്റെ കുത്തകയായി വിദേശികൾ കണ്ടത് എന്നതിനെ അടയാളപ്പെടുത്തുന്ന ഭൂപടങ്ങൾ. വിദേശ ശക്തികളുടെ കടന്നുവരവ് കാലത്തെ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ഭൂപടങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 2018 പ്രളയവും ഭൂപടത്തിലൂടെ അടയാളപ്പെടുത്തുന്നു. അധ്യാപകരായ കെൻസിയ അന്ന, ശോഭിത, രജിത എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.